ജനങ്ങൾ അവരുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നയിക്കണം. വിജയ്ക്ക് പിന്തുണയുമായി ഖുശ്ബു. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം TVK തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സർക്കാർ രൂപീകരണത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്ത സാഹചര്യത്തിൽ തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ TVKയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്തതാണ് നിലവിലെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണം. ഈ വിഷയത്തിൽ വിജയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് BJP നേതാവും നടിയുമായ ഖുശ്ബു സുന്ദർ. കമൽഹാസൻ, വിശാൽ, പ്രകാശ് രാജ് തുടങ്ങിയവർക്ക് പിന്നാലെയാണ് വിജയ്ക്ക് പിന്തുണയുമായി ഖുശ്ബുവും രംഗത്തെത്തിയത്. വിജയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് ചെറുകുറിപ്പും അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നയിക്കണമെന്നാണ് ഖുശ്ബു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ആസ് എ സിറ്റിസൺ ഓഫ് തമിഴ്നാട് സ്റ്റേറ്റ്, വെൻ പീപ്പിൾ ഹാവ് ചൂസൺ their CM, he should lead. അതാണ് ഖുശ്ബു സുന്ദർ ട്വിറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഖുശ്ബുവിൻ്റെ ഭർത്താവും സംവിധായകനുമായ സുന്ദർ സി പുതിയ നീതി കക്ഷി സ്ഥാനാർത്ഥിയായി NDA പിന്തുണയോടെ മധുരയിൽ നിന്ന് മത്സരിച്ചു. പക്ഷേ ജയിക്കാനായില്ല. TVKയുടെ മദർ ബദറുദ്ദീൻ ആണ് ഇവിടെ ജയിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സുന്ദർ സി വിജയ്ക്കെതിരെ സംസാരിക്കാൻ മടിച്ചത് വാർത്തയായിരുന്നു. തൻ്റെ ഭാര്യയായി ഖുശ്ബു വിജയിയെ ഇളയ സഹോദരനായാണ് കാണുന്നതെന്നും വിജയിയും തിരിച്ച് ഖുശ്ബുവിനെ മൂത്ത സഹോദരിയായി കാണുന്നതുമാണ് ഇതേക്കുറിച്ച് സുന്ദർ സി അന്ന് പറഞ്ഞത്. തിരഞ്ഞെടുക്കപ്പെട്ട 233 അംഗങ്ങൾക്കും ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സംസ്ഥാനത്ത് തന്നെ നാണക്കേട് ആണെന്നാണ് കഴിഞ്ഞ ദിവസം കമൽഹാസൻ അഭിപ്രായപ്പെട്ടത്. വിജയിയെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കാതിരിക്കുന്നത് തമിഴ് ജനങ്ങളുടെ വിധിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട് ഗവർണർ എന്തുകൊണ്ടാണ് വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള അവസരം നിഷേധിക്കുന്നു എന്നാണ് വിശാൽ ചോദിച്ചത്. TVK അല്ല, മറിച്ച് DMK അണ്ണാ DMK സഖ്യമാണ് തമിഴ്നാട്ടിലെ സർക്കാർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ പരിണിതഫലം ദുരന്തപൂർണ്ണമായിരിക്കുമെന്ന് മറ്റൊരു പോസ്റ്റിൽ വിശാൽ പറഞ്ഞു. കേവല ഭൂരിപക്ഷമുണ്ടെന്ന് സ്ഥാപിച്ചാലേ TVK നേതാവ് വിജയനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കൂ എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവർത്തിച്ചതോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമായിരിക്കുകയാണ്. വെള്ളിയാഴ്ചയോടെയാണ് CPM, CPI, VCK കക്ഷികളുടെ പിന്തുണക്കത്ത് നേടാനാണ് TVKയുടെ ശ്രമം. TVKയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ DMK അണ്ണാ DMK ധാരണയുണ്ടാക്കാനുള്ള അണിയറ നീക്കവുമുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം, വിജയ് മുഖ്യമന്ത്രിയാകുമോ അതോ വെറുമൊരു MLA, ഒരു MP ആയിട്ട് അവിടെ നിൽക്കുമോ എന്നറിയാനായിട്ട്. ഏതായാലും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്